തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടി മേൽപ്പാലം ഇറങ്ങിയാലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണം. പരപ്പനങ്ങാടി റെയിൽവേ മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗത്തെ വെള്ളക്കെട്ടും റോഡ് എഡ്ജും വാഹനയാത്രക്കാർക്ക് വലിയ രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്നു. പരപ്പനങ്ങാടി കടലുണ്ടി റോഡിലെ മേൽപ്പാല ജംഗ്ഷനിലാണ് യാത്രാക്ലേശം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതും വാഹനാപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. മേൽപ്പാല ജംഗ്ഷനിൽ നിലവിൽ ഇന്റർലോക്ക് കട്ടകളാണ് പാകിയിട്ടുള്ളത്. ഈ ഇന്റർലോക്ക് അവസാനിക്കുന്ന ഭാഗത്താണ് അപകടകരമായ രീതിയിൽ വലിയ റോഡ് എഡ്ജ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ സ്ഥിരമായി വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം റോഡിന്റെയും ഇന്റർലോക്കിന്റെയും ഇടയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് പാളി പൂർണ്ണമായും തകർന്നു പോയതാണ് ഈ എഡ്ജ് രൂപപ്പെടാൻ കാരണമായത്. റോഡിലെ തകരാറും വെള്ളക്കെട്ടും കാരണം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് സാധാരണയാണ്. ഇതിനെതിരെ മോട്ടോർ ആക്സിഡന്റ് പ്രിവെൻഷൻ സൊസൈറ്റി ഭാരവാഹികളായ അബ്ദുൾ റഹീം പൂക്കത്ത് തിരുരങ്ങാടി, നിയാസ് അഞ്ചപ്പുര, PP സുബൈർ ആനങ്ങാടി, നസറുദ്ദീൻ തങ്ങൾ കൊട്ടന്തല എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകി. വലിയ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്കിടുന്നതും ഇവിടെ പതിവാണ്. എഡ്ജ് വെള്ളത്താൽ മൂടുന്ന സമയങ്ങളിൽ അറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ്. ചില വാഹനങ്ങളുടെ ചക്രം എഡ്ജ് കയറാതെ കറങ്ങുന്ന അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. വെള്ളം ഒഴുക്കിക്കളയാൻ ശാസ്ത്രീയമായ യാതൊരു സംവിധാനവും ഇല്ലാത്തതാണ് ഇവിടെ വർഷങ്ങളായി മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പ്രധാന കാരണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. വാഹനയാത്രക്കാർക്കും മറ്റും വലിയ ഭീഷണി ഉയർത്തുന്ന ഈ പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തെ കടയുടമകളുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാഡമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാഡമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.